തേയില, ടീ. തേയിലയുടെ ജന്മദേശം ചൈന. ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയിലാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലയുടെ ഭൂരിഭാഗവും സംഭാവന ചെയ്യുന്നത് അസമാണ്. അപ്പർ അസമിലെ കുന്നിൻ ചെരുവുകളിൽ നിന്നും 1823 ബ്രിട്ടീഷ് മേജർ റോബർട്ട് ബ്രൂസാണ് ഇന്ത്യയിൽ ആദ്യമായി തേയില ചെടി കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം അസമിലെ ഗുവാഹത്തിയിലാണ്. ഇന്ത്യയിൽ തേയില ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ബംഗാൾ. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് അനുയോജ്യം. മഞ്ഞുവീഴ്ച തേയില കൃഷിക്ക് ദോഷമാണ്. അസം, കേരള, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തേയില പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കേരളത്തിൽ തേയില കൃഷി ചെയ്യപ്പെടുന്ന ജില്ലകളാണ് ഇടുക്കി, വയനാട് എന്നിവ. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂനാർ രാജാവായിരുന്ന കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ ഫലമായി കേരളവർമ്മ ജോൺ മൺറോയ്ക്ക് പാട്ടത്തിന് നൽകിയ സ്ഥലമാണ് മൂന്നാറിലെ കണ്ണൻ ദേവൻ കുന്നുകൾ. ഇന്ത്യയുടെ ദേശീയ പാനീയമാണ് ചായ. അന്താരാഷ്ട്ര തേയില ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് 2005 ഡിസംബർ 15 ന്യൂഡൽഹിയിലാണ്. കമേലിയ സൈനൻസിസ് എന്നതാണ് തേയിലയുടെ ശാസ്ത്രീയനാമം. അപ്പോൾ തേയിലയുടെ ശാസ്ത്രീയനാമം കമേലിയ സൈനൻസിസ്. തേയിലയുടെ ജന്മദേശം ചൈന. ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ചൈന. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന 1ാം സ്ഥാനം അസം, 2ാം സ്ഥാനം ബംഗാൾ. കൂടാതെ കേരളം, തമിഴ്നാട്ടിലും കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അസമിലെ ഗുവാഹത്തിയിലാണ്. അപ്പർ അസമിലെ കുന്നിൻ ചെരുവുകളിൽ നിന്നും 1823 ബ്രിട്ടീഷ് മേജർ റോബർട്ട് ബ്രൂസാണ് ഇന്ത്യയിൽ ആദ്യമായി തേയില ചെടി കണ്ടെത്തിയത്. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് വേണ്ടത്. മഞ്ഞുവീഴ്ച തേയില കൃഷിക്ക് ദോഷമാണ്. ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ. അന്താരാഷ്ട്ര തേയില ദിനം ആദ്യമായി ആചരിക്കപ്പെട്ടത് 2005 ഡിസംബർ 15 ന്യൂഡൽഹിയിൽ. ശാസ്ത്രീയനാമം ഓഫ് ദ ടീ കമേലിയ സൈനൻസിസ്.